നമസ്കാരം. മനുഷ്യന്റെ തലച്ചോറിനോട് സാമ്യമുള്ള കൃത്രിമ ബുദ്ധി മോഡൽ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് സിംഗപ്പൂർ ആസ്ഥാനമായുള്ള AI കമ്പനിയായ സാംബിയന്റിലെ ശാസ്ത്രജ്ഞർ. യുക്തിസഹമായ പ്രവർത്തനങ്ങൾക്ക് അനുരൂപമായി വികസിപ്പിച്ചെടുത്ത ഈ കൃത്രിമ ബുദ്ധി മോഡലിന് ഹൈറാർക്കിക്കൽ റീസണിംഗ് മോഡൽ അഥവാ HRM എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. മനുഷ്യ തലച്ചോറിലെ പ്രവർത്തനങ്ങളുടെ മൾട്ടി ടൈം സ്കെയിൽ പ്രോസസ്സിംഗിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തരമൊരു സാങ്കേതിക ഗവേഷണത്തിലേക്ക് ഈ ശാസ്ത്രജ്ഞർ ഇറങ്ങി തിരിച്ചത്. ആ ദൗത്യം പൂർണ്ണമായും വിജയപഥത്തിലെത്തി എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. മനുഷ്യ തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ മില്ലി സെക്കൻഡുകൾ മുതൽ മിനിറ്റുകൾ വരെയുള്ള വ്യത്യസ്ത സമയദൈർഘ്യങ്ങളിൽ വിവരങ്ങൾ സംയോജിപ്പിക്കുന്നതിന് സമാനമായി ഹൈറാർക്കിക്കൽ മൾട്ടി ടൈം സ്കെയിൽ പ്രോസസ്സിംഗ് സാധ്യമാക്കാൻ പുതിയ HRM AI മോഡൽ നിലവിലെ സ്ഥിതിയിൽ ഈ HRM മോഡൽ പ്രധാന മാനദണ്ഡങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. പല പരീക്ഷണങ്ങളിലും ഏവർക്കും സുപരിചിതമായ ChatGPT പോലുള്ള ജനപ്രിയ ലാർജ് ലാംഗ്വേജ് AI മോഡലുകൾ അഥവാ LLMകളെ മറികടക്കാൻ പുതിയ HRM മോഡലിനായി എന്നും ഗവേഷകർ അവകാശപ്പെടുന്നു. LLMകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ AI മോഡൽ വിപുലീകൃതമായ യുക്തി സഹീകരണ കഴിവ് പ്രകടമാക്കുന്നുണ്ട്. മാത്രവുമല്ല, കുറഞ്ഞ പാരാമീറ്ററുകളും ട്രെയിനിങ് സാമ്പിളുകളും മറ്റും കാരണം ഈ പുതിയ AI മോഡലിന് മികച്ച പ്രകടനം കൈവരിക്കാനും കാര്യക്ഷമമായി പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. നിലവിൽ പ്രചാരത്തിലുള്ള മിക്ക ലാർജ് ലാംഗ്വേജ് മോഡലുകൾക്കും കോടിക്കണക്കിന് അല്ലെങ്കിൽ ട്രില്യൺ കണക്കിന് പാരാമീറ്ററുകൾ ഉണ്ട്. അതേസമയം പുതുതായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന HRM മോഡലിന് 1000 പരിശീലന സാമ്പിളുകൾ ഉപയോഗിക്കുമ്പോൾ 27 ദശലക്ഷം പാരാമീറ്ററുകളാണ് ഉള്ളതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതിനാൽ തന്നെ HRM എന്നത് വളരെ ചെറുതും കാര്യക്ഷമവുമായ മോഡലാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് നേടുന്നതിന് മോഡലുകൾ എത്രത്തോളം അടുത്തെത്തി എന്ന് കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ARC-AGI ബെഞ്ച്മാർക്കിൽ പുതിയ HRM പരീക്ഷിക്കപ്പെടുകയുണ്ടായി. അതേ തുടർന്ന് ഈ പുതിയ മോഡൽ ശ്രദ്ധേയ ഫലങ്ങൾ കാണിച്ചുവെന്നാണ് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത്. ARC-AGI 1-ൽ ഈ മോഡൽ 40.3% സ്കോർ ചെയ്തു. അതേസമയം OpenAIയുടെ 03 മിനി ഹൈ 34.5%, ആന്ത്രോപിക് ക്ലോഡ് 3.7 21.2%, ഡീപ്സീക്ക് R1 15.8% സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ARC-AGI 2 ടെസ്റ്റിൽ മറ്റ് AI മോഡലുകളെ മറികടന്ന് പുതിയ HRM മോഡൽ 5% സ്കോർ ചെയ്തെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു. നിലവിലുള്ള ഭൂരിഭാഗം ലാർജ് ലാംഗ്വേജ് മോഡലുകൾ അഥവാ LLMകൾ ചെയിൻ ഓഫ് തോട്ട് അഥവാ COT രീതിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ രീതിക്ക് ബ്രിട്ടിൽ ടാസ്ക് ഡീകോമ്പോസിഷൻ, വിപുലമായ ഡാറ്റ ആവശ്യകതകൾ, ഉയർന്ന ലേറ്റൻസി തുടങ്ങിയ ചില പ്രധാന പോരായ്മകൾ ഉണ്ടെന്നാണ് സാംബിയന്റ് AI കമ്പനിയിലെ ഗവേഷകർ പറയുന്നത്. അതേസമയം ഈ കമ്പനി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന HRM മോഡൽ ഘട്ടം ഘട്ടമായിട്ടല്ല, പകരം 2 മൊഡ്യൂളുകൾ ഉപയോഗിച്ച് ഒറ്റ ഫോർവേഡ് പാസിലാണ് യുക്തിസഹമായി തുടർച്ചയായ ജോലികൾ ചെയ്യുന്നത്. മനുഷ്യ മസ്തിഷ്കം വ്യത്യസ്ത മേഖലകളിൽ വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്ന രീതിക്ക് സമാനമാണിത്. പരമ്പരാഗത LLMകൾക്ക് ചെയ്യാൻ കഴിയാത്ത ഏറെ സങ്കീർണമായ സുഡോക്കു പസിലുകൾ പോലുള്ള വെല്ലുവിളി നിറഞ്ഞ കൃത്യങ്ങൾ പുതിയ HRM മോഡൽ നിഷ്പ്രയാസം പൂർത്തീകരിച്ചുവെന്നും ഒപ്റ്റിമൽ പാത്ത് ഫൈൻഡിംഗിൽ മികവ് പുലർത്തിയെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ അവകാശപ്പെടുന്നു. HRM മോഡലിൽ 2 മൊഡ്യൂളുകളാണ് പ്രവർത്തനത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മന്ദഗതിയിലുള്ളതും കൃത്യമായി ആസൂത്രണം നടത്തുന്നതുമായ ഒരു ഉയർന്ന ലെവൽ മൊഡ്യൂളാണ് ആദ്യത്തേത്. മറ്റൊന്ന് വേഗതയേറിയതും വിശദവുമായ കണക്കുകൂട്ടലുകൾ കൈകാര്യം ചെയ്യുന്ന താഴ്ന്ന ലെവൽ മൊഡ്യൂളാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ ആസൂത്രണവും ദ്രുത പ്രതികരണവും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള മൊഡ്യൂളുകൾ പുതിയ HRM മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പഠനഫലത്തിൽ വിശദീകരിക്കുന്നു. ആർക്കൈവ് ഡാറ്റാബേസിലാണ് ഇത് സംബന്ധിച്ച പ്രബന്ധം ഗവേഷകർ പ്രസിദ്ധീകരിച്ചത്. ഈ വിധത്തിലെല്ലാം മനുഷ്യ മസ്തിഷ്കത്തെ അനുകരിച്ച് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പുതിയ AI മോഡലിന്റെ ഫലങ്ങൾ ശ്രദ്ധേയമാണ്. ഇത് AI സാങ്കേതിക രംഗത്ത് വലിയ വിപ്ലവമായി തീരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.